ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്താണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് വിശ്വാസഹത്യ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് നമ്മൾ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ. അപ്പോൾ അതുപോലെ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ആരെയും ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നൊരു പാഠമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. സപ്പോസ് ഇപ്പം നിങ്ങളുടെ കൂടെ വർഷങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ ആഴ്ചകളായിട്ടോ ചിലപ്പോൾ ദിവസങ്ങളെ ആയിട്ടുള്ളതായിരിക്കും. എന്നാൽ പോലും നിങ്ങൾക്കിപ്പോൾ ഒരു കൂട്ടുകെട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ കൂട്ടുകെട്ടെന്നില്ല, എന്തെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യനുമായിട്ടുള്ളൊരു ബന്ധം, അതായത് അങ്ങനെ ഒരു ബന്ധം നമുക്ക് കിട്ടിക്കഴിയാൻ നേരത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ, നമ്മളുടെ രഹസ്യങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള പല പല കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് ഈ കൂടെ നിൽക്കുന്ന ഇയാളോട് നമ്മൾ ഷെയർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ നമ്മുടെ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഷെയർ ചെയ്യാൻ ഒരു വ്യക്തിയെ കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോഴേക്കും നമുക്കാണെങ്കിൽ മനസ്സ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടാൻ നേരത്ത് നമ്മളാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ രഹസ്യങ്ങളും നമ്മളുടെ ലക്ഷ്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അവരോട് ഷെയർ ചെയ്യും. എന്നിട്ട് അവസാനം നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാന നിമിഷം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കണം എന്നില്ല അവർ നമ്മളോട് പെരുമാറുന്നത്. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവസാന നിമിഷം നമ്മൾ കരുതിയതുപോലെയല്ല അവർ നമ്മളെ കരുതിയത് എന്ന ഒരു അനുഭവം വരുമ്പോഴേക്കും മാത്രമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ഇക്കാര്യം. അയ്യോ അത് പറയണ്ടായിരുന്നു, അയ്യോ എൻ്റെ ലക്ഷ്യങ്ങൾ അവനോട് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ രഹസ്യങ്ങൾ അവരോട് പറയണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഒരു 99% ആളുകൾക്കും ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ടായിരിക്കും, എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്നതോ നമ്മളുടെ രഹസ്യങ്ങളോ നമ്മളുടെ ലക്ഷ്യങ്ങളോ ഒരു കാര്യങ്ങളും അനാവശ്യമായിട്ട് മറ്റൊരാളോട് പറയാൻ പാടില്ല. നമ്മളൊന്നെങ്കിൽ ഒരു തൽക്കാലത്തേക്കുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടിയായിരിക്കും അവരോട് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നമ്മൾ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നയാളാണല്ലോ, അപ്പോൾ അതുപോലെ ചങ്കും ചങ്കുമാണല്ലോ. അപ്പോൾ നമുക്ക് എൻ്റെ രഹസ്യം ഇപ്പോൾ അവനോട് പറഞ്ഞാലും അത് വലിയ കുഴപ്പമൊന്നുമില്ല, അത് വെളിയിൽ പോകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങൾ ഞാനിങ്ങനെ അവനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ